ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഹൈപ്രോയ്സിൻ്റെ അപ്ഡേറ്റ് ഉടനെ റോൾ ഔട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ഡിവൈസുകളിലാണ് ഫസ്റ്റിൽ അപ്ഡേറ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യവും പുറത്തു വിട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഹൈപ്രോയ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണത്തിലാണെങ്കിൽ പൈബഡിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി കാണാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനിയൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹൈപ്പർവോയ്സിൻ്റെ ഫസ്റ്റ് ബാച്ച് ഡിവൈസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ Xiaomi 13 Ultra, Xiaomi 13 Pro, Xiaomi 13, Xiaomi 13T Pro, Xiaomi 13T, Redmi Note 12, Redmi Note 12S, Xiaomi Pad 6. അപ്പോൾ ഈ പറഞ്ഞ ഷവോമി റെഡ്മി ഡിവൈസുകളിലായിരിക്കും ഫസ്റ്റിലെ ഹൈപ്പർവോയ്സിൻ്റെ അപ്ഡേറ്റ് കിട്ടാൻ പോകുന്നത്. പോക്കോ യൂസേജ് ഇതിലില്ല കേട്ടോ, കണ്ടാൽ മതി, ചുമ്മാ അറിഞ്ഞാൽ. അവിടെ താഴെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പോക്കോ ഡിവൈസുകളാണ് ഹൈപ്പർവോയ്സ് സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം. അവർ ഒഫീഷ്യലായിട്ട് പോക്കോൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പുറത്ത് വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ച് ലിസ്റ്റൊക്കെ അവർ കുറച്ച് പുറത്ത് വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ബാച്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് റെഡ്മി നോട്ട് 12 സീരീസ് ഉണ്ടല്ലോ, ആ സീരീസിലൊക്കെ അപ്ഡേറ്റ് കിട്ടുമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ്മി നോട്ട് 11 സീരീസിന് ചിലപ്പോൾ സെക്കൻഡ് ബാച്ചിൽ ആ ഒരു ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പോക്കോ X5 Pro, പോക്കോ X4 Proയിലൊക്കെ അപ്ഡേറ്റ് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഷവോമീൻ്റെ ഫോൺസ് നോക്കുകയാണെങ്കിൽ ഷവോമി 12 Proയിലൊക്കെ ഉറപ്പായിട്ടും അപ്ഡേറ്റ് കിട്ടും. പിന്നെ ഏറ്റവും കഷ്ടമെന്ന് പറഞ്ഞാൽ പഴയ ഡിവൈസുകളായിരിക്കും കേട്ടോ. ആ ഡിവൈസുകളിലൊക്കെ ചെറിയ സെക്യൂരിറ്റി പാച്ചൊക്കെ കൊടുത്തിട്ട് പൊക്കോ എന്ന് പറയും. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. ഹൈപ്പർവോയ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറേ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് MIUIയും ഹൈപ്പർവോയ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി ഹൈപ്പർവോയ്സ് എന്ന് പറഞ്ഞ പുതിയൊരു പേരിൽ ഇറക്കുകയാണ് സംഭവം. MIUIന് ഇപ്പോൾ കറൻറ്റ്ലി ചെറിയൊരു ചീത്തപ്പേരുണ്ട്, അത് കളയാൻ വേണ്ടിയിട്ട് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് കൊണ്ടുവരുന്ന സംഭവമാണ് ഹൈപ്പർവോയ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈപ്പർവോയ്സ് വന്നിട്ട് തന്നെ പറയാം, നമ്മൾ അതിന് മുമ്പേ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയുള്ള എന്താ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.